നമസ്കാരം. തെക്കൻ കടലിൽ രൂപപ്പെട്ട പുതിയ കാലാവസ്ഥാ വ്യതിയാനം വരും ദിവസങ്ങളിൽ കേരളത്തിൽ മഴയെത്തിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. നിലവിൽ കടലിൽ ചുറ്റിത്തിരിയുന്ന ഈ സിസ്റ്റം കരയിലേക്ക് പ്രവേശിക്കാതെ സമുദ്രത്തിൽ വെച്ച് തന്നെ ശക്തി കുറഞ്ഞത് ഇല്ലാതാകുവാനാണ് സാധ്യതയെങ്കിലും ഇതിന്റെ ഫലമായി സംസ്ഥാനത്തുടനീളം മഴ ലഭിച്ചേക്കും. കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ തന്നെ വയനാട് ഉൾപ്പെടെയുള്ള മലയോര ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ മഴ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ കോഴിക്കോട്, തിരുവമ്പാടിയിലും കോട്ടയം, പത്തനംതിട്ട ജില്ലകളുടെ വിവിധ ഭാഗങ്ങളിലും വേനൽ മഴയ്ക്ക് സമാനമായ മഴയാണ് ലഭിച്ചത്. അടുത്ത 2 ദിവസങ്ങളിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ട മഴ തുടരുവാനും സാധ്യതയുണ്ട്. വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിക്കും എന്നാണ് പ്രവചനം. ഉച്ചയ്ക്ക് ശേഷമുള്ള ഇടിമിന്നലിന് സാധ്യത ഉള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. നിലവിൽ ശ്രീലങ്കയ്ക്ക് തെക്ക് കിഴക്കായി നിലകൊള്ളുന്ന വെതർ സിസ്റ്റത്തിന് പുറമെ മറ്റൊരു വെതർ സിസ്റ്റം കൂടി ഇന്തോനേഷ്യയിലെ ബാൻഡെ ആച്ചയിന് സമീപം ഉടൻ രൂപപ്പെടും. പുതുതായി രൂപപ്പെടുന്ന ഈ വെതർ സിസ്റ്റം ശക്തിയേറിയ ഒരു ന്യൂനമർദ്ദമായി വടക്കൻ ശ്രീലങ്ക തീരം, തമിഴ്നാട്ടിലെ കാരയ്ക്കൽ, കടലൂർ തീരങ്ങൾ കുറച്ച് അകലെയായി ഫെബ്രുവരി 21-22 എത്തുവാൻ സാധ്യതയുണ്ട്. പിന്നീട് ഈ ഭാഗത്ത് തന്നെ കടലിൽ ചുറ്റിക്കറങ്ങി ശക്തി കുറഞ്ഞ് ഇല്ലാതാകാനാണ് സാധ്യത. ഇന്നും നാളെയുമായി മാലിദ്വീപിനും തെക്കൻ ശ്രീലങ്കയ്ക്കിടയിൽ ഇന്ത്യൻ മഹാസമുദ്ര ഭാഗത്തേക്ക് നീങ്ങുവാൻ സാധ്യതയുണ്ട്. ഇവയുടെ സ്വാധീനത്താൽ ഫെബ്രുവരി 21 മുതൽ കേരളത്തിലെ എല്ലാവിധ ജില്ലകളിലും, പ്രത്യേകിച്ച് മധ്യ തെക്കൻ കേരളത്തിലെ ജില്ലകളിൽ കൂടുതൽ പ്രദേശങ്ങളിലായും ഇടിമിന്നലോടുകൂടിയ മഴ ഉച്ചയോടെ അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് പുലർച്ചെ വരെയുള്ള സമയങ്ങളിലായി ലഭിക്കുവാനാണ് സാധ്യത. 21-22 ദിവസങ്ങളിലാണ് മഴ സാധ്യതകൾ കൂടുതലായി ഉള്ളത്. ഫെബ്രുവരി 23 മുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കുറവുണ്ടാകാമെങ്കിലും പൂർണ്ണമായും വരണ്ട കാലാവസ്ഥയിലേക്ക് പോകില്ല. ചില ജില്ലകളിൽ, ചില കിഴക്കൻ ഇടനാട്, പടിഞ്ഞാറൻ പ്രദേശങ്ങളിലായോ അങ്ങിങ്ങായോ ഇടിമിന്നലോടുകൂടിയ മഴ മാർച്ച് ആദ്യ ദിനങ്ങളിൽ വരെ തുടരുവാൻ സാധ്യതയുണ്ട്. ഉച്ചവരെ ഒരുവിധം എല്ലാ പ്രദേശങ്ങളും ശക്തമായ വെയിലും ചൂടും അനുഭവപ്പെടുന്നത് തുടരും. അതേസമയം ഇന്ന് ഗൾഫ് ഓഫ് മന്നാർ, അതിനോട് ചേർന്ന തെക്കൻ തമിഴ്നാട് തീരം, കന്യാകുമാരി പ്രദേശം ഇവിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും, ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, അതിനോട് ചേർന്ന ഭൂമധ്യരേഖ, ഇന്ത്യൻ മഹാസമുദ്രം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും, ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 65 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത. 20-ന് ഗൾഫ് ഓഫ് മന്നാർ, അതിനോട് ചേർന്ന തെക്കൻ തമിഴ്നാട് തീരം, കന്യാകുമാരി പ്രദേശം, ഭൂമധ്യരേഖ, ഇന്ത്യൻ മഹാസമുദ്രം, തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും, ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. 21-ന് കന്യാകുമാരി പ്രദേശം, തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും, ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത. 22-ന് തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും, ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത.